ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്റെ അവകാശം ചോദിച്ചു മേടിക്കാൻ ചെന്ന സമയത്ത് രവിയേട്ടനോട് വളരെ അപമര്യാദയായിട്ട് പെരുമാറിയ മേലുദ്യോഗസ്ഥൻ. അങ്ങനെ തനിക്ക് അവകാശപ്പെട്ടത് തടഞ്ഞു വെക്കാൻ സാറിനെ കൊണ്ട് കഴിയില്ലെന്നും സാറിന് അത് എനിക്ക് തരേണ്ടി വരുമെന്നുള്ള കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആ മേലുദ്യോഗസ്ഥന്റെ കാല് പിടിപ്പിക്കണം എന്നായി, അതും സച്ചിയെ കൊണ്ട്. സച്ചി കാല് പിടിച്ചാൽ മാത്രമേ കാര്യങ്ങളെല്ലാം റെഡിയാക്കി കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ് അയാളോട് പോയി പണി നോക്കാൻ തന്നെ നമ്മുടെ രവിയേട്ടൻ പറഞ്ഞു. അതിനുശേഷം തനിക്ക് അവകാശപ്പെട്ടത്, താൻ സത്യസന്ധമായി ജോലി ചെയ്തതിന് തനിക്ക് അവകാശപ്പെട്ടത് അത് എത്ര രൂപയായാലും താൻ അത് മേടിച്ചെടുക്കും എന്നുള്ള കാര്യം നമ്മുടെ രവിയേട്ടൻ അയാളോട് പറയാം. അത് പറഞ്ഞ് രവിയേട്ടൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഭാര്യയും ഭർത്താവും കൂടി അവിടെ നിന്ന് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അത് തടയണം, അത് ഒരിക്കലും നേടിക്കൊടുക്കരുത് ഏട്ടാ എന്ന് പറഞ്ഞ് ഭാര്യ ഭർത്താവിനോട് പറയണേ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇക്കാര്യം പ്ലാൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ സംസാരിച്ചെങ്കിലും മാനസികമായി തകർന്ന് നമ്മുടെ രവിയേട്ടൻ വീട്ടിലോട്ട് പോവുകയാണ്. കാരണം ഇപ്പൊ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു വഴിയുമില്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ ഇല്ല, അതുപോലെ തന്നെ ജീവിക്കാൻ മുന്നോട്ടൊരു മാർഗമില്ല. സച്ചി കൊടുക്കുന്ന കാശ് മാത്രമേ അദ്ദേഹത്തിൻ്റെത് എന്ന് പറയാനായിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ആകെ വിഷമിച്ചാണ് അദ്ദേഹം ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സങ്കടത്തിലിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ചോദിക്കാനായിട്ട് ചെന്നതും ഇക്കാര്യങ്ങളൊന്നും നടക്കാതെ വന്നതും. എന്തായാലും അയാളുടെ കാര്യത്തിന് തീരുമാനമായെന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങനെ ആ ഒരു സംഭവം എന്തായാലും ആരും അറിയാതെ വളരെ ഗൗരവപരമായ രീതിയിൽ തന്നെ അവിടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്കും അച്ഛനും ഉമ്മയും കൊടുത്ത് നമ്മുടെ രവിയേട്ടനെ ഇടിച്ചിടാൻ വേണ്ടിയുള്ള ശ്രമവും നടത്തി. അവിടെ നിന്ന് വർഷ തുള്ളിച്ചാടി റോട്ടിലൂടെ പറന്നു വരുവാണ് സമയം പോയതിന്റെ പേരിൽ. അപ്പൊ മുഖമൊക്കെ മറച്ചു കെട്ടി ഭയങ്കര സെറ്റപ്പിലാണ് പുള്ളിക്കാരി അങ്ങ് വരുന്നത് സ്കൂട്ടിയേല്. അങ്ങനെ സ്കൂട്ടറിന് വരുന്ന സമയത്ത് യാദർശികമായിട്ട് റോഡരികിൽ ഒരു ചേച്ചി ഇങ്ങനെ റോഡ് പകത്ത് കിടക്കാനായിട്ട് തുടങ്ങിയ സമയത്ത് ഇവള് വന്ന ഒരൊറ്റ ഇടിയാ ആ ചേച്ചിയെ ഇടിച്ച് തെറിപ്പിച്ചിട്ടിട്ട് പോയി. കൃത്യസമയത്താണ് നമ്മുടെ ശ്രീ അതിലാ വരുന്നത്. അപ്പൊ ശ്രീ ഇത് കണ്ടോണ്ടാ വരുന്നത്. പെട്ടെന്ന് നാട്ടുകാരെല്ലാം കൂടെ കൂടി. പക്ഷെ ഈ വർഷം നിർത്തിയില്ല, വണ്ടിയും കൊണ്ട് വർഷം അങ്ങ് പോയി. അപ്പൊ സ്റ്റുഡിയോയിലെത്താനുള്ള ആ ഒരു താമസം, അതുകൊണ്ടാണ് ഓടിപ്പടച്ച് പുള്ളിക്കാരി പോണത്. പെട്ടെന്ന് തന്നെ ആൾക്കാരെല്ലാം കൂടെ കൂടി ആ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ നോക്കി. അന്നേരത്തേനും ആൾക്കാരല്ലേ അവൾ എന്ത് പോക്കാ പോയ, അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അത് ചെയ്ത് ഇങ്ങനെയൊക്കെ പറയുക. പെട്ടെന്ന് ശ്രീ ഈ പറയുന്ന പെണ്ണിന്റെ പിന്നാലെ പോവുകയാണ്. ഈ പെണ്ണിന്റെ പിന്നാലെ പോയി കഴിഞ്ഞപ്പോൾ ഒരിടത്ത് കുറച്ച് ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ പെണ്ണിന്റെ വണ്ടിക്ക് വട്ടം കയറി അങ്ങ് നിർത്തിയപ്പോ ഈ വർഷയും വണ്ടി നിർത്തി. താൻ എന്താടോ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. നീ എങ്ങോട്ടാടി ഈ ഇതായിട്ട് പോണേന്ന് ചോദിച്ചു. എന്താ ആ ചേച്ചി ഇടിച്ചു തെറിപ്പിച്ചിട്ടിട്ട് ഇത്രയും സ്പീഡിൽ നീ ഇതെങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോഴേക്കും താൻ ആരാടോ, താൻ എന്തിനാടോ എന്റെ വണ്ടിക്ക് കയറി കുറുകെ നിന്ന്, ഞാൻ ആരാണെന്ന് തനിക്ക് അറിയില്ല, താൻ എന്താടോ ചെയ്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇത്. അപ്പോഴേക്കും നമ്മുടെ ശ്രീ ഇത് അഹങ്കാരിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഓ നേരം വെളുത്ത് നാട്ടിലുള്ളവർ മുഴുവനും ഇടിച്ചു തെറിപ്പിച്ചിട്ടോളാമെന്ന് ആർക്ക് വാക്ക് കൊടുത്തിട്ടാടി മുഖവും മറച്ചു കെട്ടി ഇനി ഇറങ്ങിയൊക്കെ നീ ഒരു തീവ്രവാദിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ശ്രീ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ശബ്ദമുയർത്തി സംസാരിച്ചു. അപ്പോഴേക്കും നാട്ടുകാരെല്ലാവരും കൂടെ കൂടി. എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ ശ്രീ പറയാം. പിന്നെ നാട്ടുകാരെല്ലാവരും ആ പെണ്ണിനോട് വളരെ മോശമായ രീതിയിൽ തന്നെ, അതായത് വഴക്കായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു. ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല, ഇങ്ങനെ ഒരാളെ തിരിച്ചു തെറിപ്പിച്ചിട്ട് ഈ മര്യാദയാണോ കാണിക്കുന്നത്, അങ്ങനെയൊക്കെ കുറെ സംസാരിച്ചു. പക്ഷെ ആരെന്ത് പറഞ്ഞിട്ട് എന്നാ കാര്യം, നിന്നെ ഞാൻ എടുത്തോളാവിടെ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പെണ്ണ് പോകാതെ, അതായത് സ്റ്റുഡിയോയിലേക്ക് പോകാതെ ശ്രീയോട് കുറെ വെല്ലുവിളിയും നടത്തിയിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോവുക. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ പെണ്ണിന്റെ അഹങ്കാരം കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് പോയ മകള് അധികം താമസിയാതെ തിരിച്ച് വീട്ടിലേക്ക് വന്ന സമയത്ത് അച്ഛനും അമ്മയും അവിടെ തന്നെ ഉണ്ട്. നമ്മുടെ രവിയേട്ടനായിട്ട് പണിയും കൊടുത്തിട്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. അന്ന് കയറി അപ്പൊ മോളോട് ചോദിച്ചു, എന്താ പറ്റിയ മോളെന്ന് ചോദിച്ചു. എന്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും വലിയൊരു ഇൻസൾട്ട് ഇന്നു വരെ ഉണ്ടായിട്ടില്ല. അവനെന്നെ അപമാനിച്ചു, അവൻ എല്ലാവരുടെയും മുന്നിൽ എന്നെ അപമാനിച്ചു. നാട്ടുകാരെല്ലാവരും കൂടെ കൂടി എന്നെ ഒരുപാട് അത് പറഞ്ഞു ഇത് പറഞ്ഞു, അവനെ എനിക്ക് എന്റെ കൈ കിട്ടിയാൽ എന്നൊക്കെ പറഞ്ഞു മകള് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒച്ചയും ബഹളം ഉണ്ടാക്കുക വീട്ടിൽ കിടന്ന്. അപ്പോൾ അമ്മയും അച്ഛനും ചോദിച്ചു, എന്താ മോളെ പ്രശ്നം, എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മകള് കാര്യം പറഞ്ഞു. അത് കേട്ടപ്പം അവനെ വെറുതെ വിടരുത് ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യ ഭർത്താവിനോട് പറയുന്നു. ഭാര്യ പറഞ്ഞതല്ലേ, അപ്പൊ പിന്നെ അവനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. വേഗം തന്നെ പുള്ളിക്കാരൻ ചാടി തുള്ളി ഫോൺ എടുത്തതേ ഒരു ആളെ അങ്ങ് വിളിക്കുന്നത്, പോലീസുകാരനെ വിളിക്കുന്നു. അതിനുശേഷം പിന്നെ ഇന്നതൊക്കെ സംഭവിച്ചു, എൻ്റെ മോളെ ഇങ്ങനെ റോട്ടിലിട്ട് അപമാനിച്ചു തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ശ്രീയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. അപ്പൊ ശ്രീ അവനെ പോലീസ് പിടിക്കണം, അവനെ എനിക്ക് പോയി കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, വളരെ ഭയങ്കര വൾഗറായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കാം. ഇവരും അച്ഛനും അമ്മയും മോളും ഭയങ്കരമായ അഹങ്കാരികളാണെന്ന് മുഖത്ത് എഴുതി വെച്ചേക്കുന്നത് പോലെ. അങ്ങനെ ഇവരവിടെ കിടന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതിങ്ങനെ സ്ത്രീയെ പൂട്ടാനൊക്കെ ആയിട്ടുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളും നടത്തുന്നു. പിന്നെ പോലീസുകാർ ഇയാൾ വിളിച്ചു പറഞ്ഞതിന്റെ പിന്നാലെ പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നു.
പറഞ്ഞ് തീരാൻ പറ്റാത്തത്ര പ്രശ്നമായി അത്. അവരുടെ ഇടയിൽ ഇവ കണ്ട പ്രശ്നങ്ങൾ മുഴുവൻ ഇത്രയും ഗംഭീരമായിട്ട് അല്ലെങ്കിൽ രൂക്ഷമായിട്ട് നടക്കുന്ന സമയത്ത് വണ്ടിയിൽ നമ്മുടെ സച്ചിയും രേവതിയും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. അന്നേരം ശ്രുതിയുടെ അമ്മയും മകനും വണ്ടിയിലുണ്ടല്ലോ. ആ കൊച്ചുമായിട്ട് വർത്തമാനം ഒക്കെ പറഞ്ഞു. ആ സമയത്ത് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ തന്റെ ചേച്ചിയുടെ കാര്യങ്ങളാണ്. കുഞ്ഞാണെങ്കിൽ ചേച്ചി, അതായത് സ്വന്തം അമ്മ, അത് ശ്രുതി ചേച്ചിയാണെന്നുള്ള രീതിയിലാണല്ലോ ആ കൊച്ചു നിൽക്കുന്നത്. അപ്പൊ ആ കൊച്ചു ഇങ്ങനെ വർത്തമാനം ഒക്കെ പറഞ്ഞ് അതുപോലെ ചേച്ചിയുടെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇവർ ഭയങ്കര കൂട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അതെ ആന്റി നമുക്കൊരു സെൽഫി എടുക്കാം ആന്റി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ കൊച്ചു പറയുമ്പോഴേക്കും ആഹാ എന്റെ ചേച്ചിയെ ഞാൻ കാണിച്ചു തരാട്ടോ എന്നൊക്കെ ആദ്യം കൊച്ചു പറഞ്ഞായിരുന്നു. നീ ആള് കൊള്ളാവല്ലോ, നിന്റെ ചേച്ചിയെ എനിക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അല്ല എന്നിട്ട് മതി നമുക്ക് സെൽഫി എടുക്കുന്നത്. ആദ്യം നീ നിന്റെ ചേച്ചിയെ കാണിച്ചതാ, എന്നിട്ട് ആന്റിയുടെ കൂടെ ഇരുന്ന് സെൽഫി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ സമയം ശരി സെൽഫി എടുക്കാമെന്ന് കൊച്ചു പറഞ്ഞു. അത്രയുള്ള കാര്യം, അത് ഇപ്പൊ എടുക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ, ആന്റി എന്തിനാ അങ്ങനെ ആ ഒരു ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കൊച്ചാണെ ഫോൺ എടുത്തതേ നമുക്ക് ചേച്ചിയെ കാണാമെന്ന് പറഞ്ഞു ഫോൺ എടുത്ത് ഓണാക്കുന്ന സമയത്ത് നമ്മുടെ രേവതിയും സച്ചിയും ഇങ്ങനെ കണ്ണ് നട്ട് നോക്കിയിരിക്കുക. കാരണം ചേച്ചി ഈ കൊച്ചിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വാതോരാതെ അമ്മമ്മയാണെങ്കിലും ഈ കുഞ്ഞാണെങ്കിലും പറയുവാണ്. അപ്പോൾ കൊച്ചിന്റെ കാഴ്ചപ്പാടിൽ ചേച്ചി കുഞ്ഞിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പൊ ഇവര് കേൾക്കുമ്പോഴും അത്രയും സ്നേഹനിധിയായ ഒരു ചേച്ചി, കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു ചേച്ചി, അതെല്ലാം കൂടെ കേട്ടപ്പോൾ ഈ ചേച്ചിയെ കാണാനുള്ള അതിയായ ആഗ്രഹം ഇവർക്കുണ്ടായി. അമ്മയാണെന്നൊന്നും ഇവർക്ക് അറിയില്ല, അത് ശ്രുതിയാണെന്നും അറിയില്ല, ആ ഒരു ഇതെല്ലാം അറിയത്തില്ലല്ലോ. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടി സംസാരിച്ച് ഇനി കൊച്ചു ഫോൺ തുറന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു. ഇതാണ് ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിന്റെ കയ്യിൽ, അതായത് ശ്രുതിയുടെ കുഞ്ഞിന്റെ കയ്യിലെ ഫോണില് ആ കാഴ്ച കണ്ട് ഇവർ ഞെട്ടിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഇതാണ് എന്റെ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണോ ചേച്ചി എന്ന് ചോദിച്ചു. അതെ ഇതാണ് എന്റെ ചേച്ചി എന്നൊക്കെ പറയുക. അപ്പൊ അങ്ങനെ ഇവര് തമ്മിൽ പിന്നെ ഇവർക്ക് ശ്രുതിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതൽ വിവരങ്ങൾ അറിയണം. അപ്പൊ ശ്രുതി എങ്ങനെയാ ചേച്ചിയായി, നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താ, അങ്ങനെയൊക്കെ എന്റെ മോളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും. കാരണം ഇവിടെ അച്ഛൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നുണ പറഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ ഇവരുടെ വീട്ടിൽ വന്ന്. അപ്പൊ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ പിന്നെ ഈ അമ്മയായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയെ കുറിച്ചുള്ള കാര്യങ്ങള്. അപ്പോൾ ശ്രുതി ഇങ്ങനെയൊക്കെയാണ്, കല്യാണം കഴിഞ്ഞ കാര്യങ്ങളൊന്നും അല്ല, ഇവരുടെ കുടുംബം നോക്കുന്നില്ല, കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന എന്റെ മോളാണ്, എന്റെ മോൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് വളരെ സന്തോഷമായി. വലിയ കൊമ്പത്തെ ബന്ധമായിട്ടാണ് അമ്മ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ ആ ഒരു ആർഭാടവും അതിന്റെ പുച്ഛവും പരിഹാസവും എല്ലാം സച്ചിയും രേവതിയും കേട്ടതുമാണ്. അപ്പൊ ഇരിക്കട്ടെ അമ്മയ്ക്കും മകനും ഒരു കുതിരപ്പവൻ എന്ന് തന്നെ ഇവരും വിചാരിച്ചു. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ഇതൊക്കെ കണ്ട് അന്താളിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും സെറ്റപ്പായ അടിപൊളി വിശേഷമാണ് നാളത്തെ കഥയിൽ വരുന്നത്. ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.